ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിട്ടുണ്ട്. ഈ മാസം 21-ാം തീയതി വരെ ഭക്തർക്ക് ദർശനം നടത്താം. മഴ മുന്നറിയിപ്പും കൂടെ വന്നിട്ടുണ്ട്. കക്കി ഡാം തുറന്നത് കണക്കിലെടുത്ത് പമ്പ സ്നാനത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന വിവരം കൂടി ലഭിക്കുന്നു. ശബരിമലയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ്. സുജിത്ത്, സന്നിധാനത്ത് നിന്ന് ഭക്തരുടെ തിരക്കുണ്ടോ? എന്താണ് അവിടുത്തെ അനുഭവം? കാര്യം ഈ ചിങ്ങപ്പുലരി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഭക്തജനങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങമാസ പുലരിയിൽ ഇന്ന് അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ശക്തമാണ്. ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സന്നിധാനത്തും പരിസരത്തും ഒക്കെ തന്നെ മഴ ശക്തി പ്രാപിച്ചിരുന്നു. ഇന്ന് രാവിലെയും മഴ ശക്തമാണ്. എങ്കിലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് നമുക്ക് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. രാവിലെ 5 മണിക്ക് നട തുറന്നു. അതിനുശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അതിനുശേഷമുള്ള വിവിധ പൂജകൾ. 5:30 തന്നെ നെയ്യഭിഷേകവും ആരംഭിക്കുകയായിരുന്നു. 7:30 ഇന്നത്തെ പ്രധാനമായ ചടങ്ങ് എന്ന് പറയുന്നത് രാവിലെ 7:30 ശബരിമല ഉൾക്കഴകം, അതായത് കീഴ്ശാന്തിയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങാണ്. അത് ശ്രീകോവിലിന് മുന്നിലായാണ് ആ ചടങ്ങ് നടക്കുക. അതിനുശേഷം 9 മണിക്ക് ശേഷമാകും പമ്പ ഗണപതി ക്ഷേത്രത്തിൽ പമ്പയിലെ പുതിയ മേൽശാന്തിയുടെ തെരഞ്ഞെടുപ്പും നടക്കുക. ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് പൂജകളൊക്കെ പൂർത്തിയാക്കി 1 മണിക്ക് നട അടച്ച ശേഷം വൈകിട്ട് 5 മണിക്കാകും നട തുറക്കുക. അതിനുശേഷം വൈകിട്ട് 6:30 ശേഷം പടിപൂജ ഉണ്ടായിരിക്കും. ഈ നട തുറന്നിരിക്കുന്ന 5 ദിവസങ്ങളിലും പടിപൂജ നടക്കും. അതിനുശേഷം ചിങ്ങമാസ പൂജകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഓഗസ്റ്റ് 21 രാത്രി 10 മണിക്കാകും ശബരിമല നട തുറക്കുക. ഇപ്പോൾ കക്കി ഡാം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പമ്പ നദിയിൽ ജലനിരപ്പ് ശക്തമാണ്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ശക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പമ്പയിൽ സ്നാനം ചെയ്യുന്നതിന് ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നിധാനത്തേക്ക് ഭക്തർ എത്തുമ്പോൾ ഈ പാതയിലൊക്കെ തന്നെ ഒരു വഴുക്കൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മല കയറണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഭക്തർക്ക് ദേവസ്വം ബോർഡ് നൽകുന്നുണ്ട്. ഏതായാലും ചിങ്ങമാസ പുലരിയിൽ രാവിലെ അയ്യപ്പ ദർശനത്തിനായി വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് കാലാവസ്ഥ പ്രതികൂലമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.